നമസ്കാരം. റിസർച്ച് മെത്തഡോളജിയുടെ രണ്ടാമത്തെ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നലെ നിർത്തിയെടുത്തുന്നതാണ് ഇന്ന് തുടങ്ങുന്നത്. വൈ വി സ്റ്റഡി RM. എന്തുകൊണ്ട് റിസർച്ച് മെത്തഡോളജി പഠന വിധേയമാക്കും? ഫണ്ടമെൻ്റൽ ആസ്പെക്റ്റ് ഓഫ് ബിസിനസ് റിസർച്ചിനെ മനസ്സിലാക്കുവാൻ വേണ്ടി, ക്വാണ്ടിറ്റേറ്റീവ് സ്കിൽസുകൾ അപ്ലൈ ചെയ്യാൻ വേണ്ടി, ഡിസിഷൻ മേക്കിംഗ് സ്കിൽസുകൾ അപ്ലൈ ചെയ്യാൻ വേണ്ടി, പ്രാക്ടിക്കൽ നോളേജുകൾ റിയൽ വേൾഡ് പ്രോബ്ലംസിൽ പഠിക്കുവാൻ വേണ്ടി, ചേഞ്ചിങ് ബിസിനസ് കണ്ടീഷൻസിനെ അറിയുവാൻ വേണ്ടി, ഇതിനെല്ലാം നമ്മൾ RM പഠിക്കുന്നുണ്ട്. എന്താണ് അതിൻ്റെ സ്കോപ്പ് എന്ന് പറഞ്ഞാൽ വ്യാപ്തിയും പ്രാധാന്യം. വെൻ മാനേജേഴ്സ് യൂസ് റിസർച്ച്, ദേ ആർ അപ്ലൈയിങ് മെത്തേഡ്സ് ഓഫ് സയൻസ് ടു ദി ആർട്ട് ഓഫ് മാനേജ്മെൻറ്റ്. മാനേജർമാർ ഗവേഷണം ഉപയോഗിക്കുമ്പോൾ അവർ മാനേജ്മെൻറ്റ് എന്നുള്ള കലയിൽ ശാസ്ത്രീയമായ രീതികൾ ഉപയോഗിക്കുന്നതാണ്. അൺസർട്ടനിറ്റി, അനിശ്ചിതാവസ്ഥയാണ് ഒരു ബിസിനസ്സിന് ഇപ്പോൾ ഏറ്റവും കൂടുതൽ, ഇപ്പോഴല്ല കാലാകാലങ്ങളായി നിലകൊള്ളുന്ന ഒരു കാര്യം. ദർ ഈസ് നോ യുണീക്ക് മെത്തേഡ് ഫോർ ഇറ്റ് ക്യാൻ എൻറ്റയർലി എലിമിനേറ്റ് അൺസർട്ടനിറ്റി. പക്ഷേ റിസർച്ച് മെത്തേഡ് കൊണ്ട് നമുക്ക് ഡിഗ്രി ഓഫ് അൺസർട്ടനിറ്റി കുറയ്ക്കുവാൻ സാധിക്കും. സിഗ്നിഫിക്കൻസ് ഇൻ ലൈറ്റ് ഓഫ് ഇൻക്രീസിംഗ് കോമ്പറ്റീഷൻ ആൻഡ് ഗ്രോയിങ് സൈസ് which make the task of choosing the best course of action. To choose the best course of action, you need to make a research on that. ഏതൊക്കെ ഏരിയയിലാണ് മേജർ ഏരിയാസ് ഇൻ വിച്ച് റിസർച്ച് പ്ലേസ് എ കീ റോൾ ഇൻ മേക്കിംഗ് ഇഫക്റ്റീവ് ഡിസിഷൻസ്? അതിലൊന്ന് മാർക്കറ്റിംഗ് ആണ്. മാർക്കറ്റിംഗ് റിസർച്ച്, ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ്, കൺസ്യൂമർ ബൈയിങ് ബിഹേവിയർ, അഡ്വർടൈസിംഗ് എഫക്റ്റീവ്നെസ്, വിച്ച് മീഡിയ ഷുഡ് ബി സെലക്റ്റഡ്, ടെസ്റ്റ് മാർക്കറ്റിംഗ്, പ്രോഡക്റ്റ് പൊസിഷനിങ്, ന്യൂ പ്രോഡക്റ്റ് പൊട്ടൻഷ്യൽ. ഈ മേഖലകളിലെല്ലാം തന്നെ റിസർച്ച് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നു. ഇങ്ങ് പ്രൊഡക്ഷനിലേക്ക് വന്നാലോ, റിസർച്ച് എനേബിൾസ് എൻ ഓർഗനൈസേഷൻ ടു ഡിസൈഡ് വാട്ട് ടു പ്രൊഡ്യൂസ്. എത്ര പ്രൊഡ്യൂസ് ചെയ്യണം, എന്ത് പ്രൊഡ്യൂസ് ചെയ്യണം, എങ്ങനെ ടാർഗറ്റ് ചെയ്ത് പ്രൊഡ്യൂസ് ചെയ്യണം, അങ്ങനെയൊക്കെ. ഇൻവെൻട്രി, ഒപ്റ്റിമം ഇൻവെൻട്രി ലെവൽ എന്താണ്, ക്വാളിറ്റി കൺട്രോൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇതിലെല്ലാം തന്നെ ഗവേഷണങ്ങൾ വളരെയധികം പ്രൊഡക്ഷനിൽ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ക്വാളിറ്റി കൺട്രോൾ, സെറ്റിംഗ് അപ്പ് ഓഫ് ഒപ്റ്റിമൽ ഇൻവെൻട്രി ലെവൽ, ഇതിനെല്ലാം തന്നെ റിസർച്ച് ടൂൾസ് ഒരുപാട് യൂസ് ചെയ്യാറുണ്ട്. മറ്റൊരു പ്രധാന മേഖലയാണ് ബാങ്കിങ്. ബാങ്കിങ്ങിൽ പർപ്പസ് ഓഫ് ഗ്യാതറിംഗ് ആൻഡ് അനലൈസിങ് ഇൻഫർമേഷൻ ബോത്ത് ഇന്റേണൽ ഓപ്പറേഷൻ ആൻഡ് ഓൾസോ മേക്കിംഗ് ഇൻഡെപ്ത് സ്റ്റഡീസ് ഓൺ എക്കണോമിക് കണ്ടീഷൻസ് ഓഫ് ബിസിനസ്. റിസർവ് ബാങ്കിൽ തന്നെ ഒരു എക്സലൻറ്റ് R&D ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, പ്ലാനിംഗ് ആൻഡ് മാനേജ്മെൻറ്റ് റിപ്പോർട്ടിങ്ങിന് വേണ്ടി. ദേ ഹാവ് എ വെരി ബേസ് ഇൻ R&D മാനേജ്മെൻറ്റ്. ബാങ്കിങ് അത്തരത്തിലുള്ളൊരു ഏരിയയാണ്. മെറ്റീരിയൽ മാനേജ്മെൻറ്റും ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റും മറ്റൊരു ഏരിയയാണ് റിസർച്ചിൻ്റെ ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത്. പോളിസി റിഗാർഡ് ചെയ്യാൻ വേണ്ടി വെയർ ടു ബൈ, ഹൗ മച്ച് ടു ബൈ, വെൻ ടു ബൈ ആൻഡ് അറ്റ് വാട്ട് പ്രൈസ് ടു ബൈ. മെറ്റീരിയൽ മാനേജ്മെൻറ്റിൽ നമ്മൾ റിസർച്ച് യൂസ് ചെയ്യുന്ന ഘടകങ്ങൾ, കാര്യങ്ങൾ, ഭാഗങ്ങൾ ഇവയാണ്. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിൽ വേജ് ഫാക്ട്സ്, ഇൻസെൻറ്റീവ് സ്കീംസ്, എംപ്ലോയി ടേൺ ഓവർ റേറ്റ്, എംപ്ലോയ്മെൻറ്റിൻ്റെ ട്രെൻഡ് എങ്ങനെയാണ്, പെർഫോമൻസ് അപ്രൈസിൽ എങ്ങനെയാണ്, മാൻ പവർ പ്ലാനിങ് എങ്ങനെയാണ്, ഇതിനെല്ലാം നമ്മൾ റിസർച്ച് യൂസ് ചെയ്യാറുണ്ട്. മറ്റൊരു മേഖല ഗവൺമെൻറ്റാണ്. ഗവൺമെൻറ് എന്ന് പറയുമ്പോൾ അതിലേറ്റവും പ്രധാനം റിസർച്ച് ലേസ് ദ ഫൗണ്ടേഷൻ ഫോർ ഓൾ ഗവൺമെൻറ് പോളിസീസ് ഇൻ അവർ എക്കണോമിക് സിസ്റ്റംസ്. ഫിനാൻഷ്യൽ ബഡ്ജറ്റിംഗ്, റെയിൽവേ ബഡ്ജറ്റിംഗ് എല്ലാം റിസർച്ചിനെ ആധാരമാക്കിയാണ്. ഇക്കണോമിക് പ്ലാനിങ്, ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്, ഇതെല്ലാം റിസർച്ചിനെ ആധാരമാക്കിയാണ് ചെയ്യുന്നത്. ഇക്കണോമിക് സോഷ്യൽ സ്ട്രക്ചർ ഓഫ് ദ നേഷൻ, ഇതെല്ലാം റിസർച്ച് ഇസ് ഓൾസോ നീഡഡ് ഫോർ സിസ്റ്റമാറ്റിക് കളക്ഷൻ ഓഫ് സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദ നേഷൻ, സോഷ്യൽ സ്റ്റാറ്റസ് ഓഫ് ദ നേഷൻ. മാനേജറിയൽ ഡിസിഷൻ മേക്കിങ്ങിൽ സിഗ്നിഫിക്കൻറ്റ് എന്താണ് എന്ന് ചോദിച്ചാൽ, പ്രോപ്പർ ഡിസിഷൻ മേക്കിംഗ് ആണ് റിസർച്ചിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മേഖല. അക്യുറേറ്റ് ഇൻസൈറ്റ്, ഓപ്പർച്യൂണിറ്റികളെ ഐഡൻറ്റിഫൈ ചെയ്യുക, മാർക്കറ്റ് ട്രെൻഡിനെ ഐഡൻറ്റിഫൈ ചെയ്യുക, മാനേജ്മെൻറ്റ് പ്രോബ്ലംസിനെ ഐഡൻറ്റിഫൈ ചെയ്യുക, റിസ്ക് മാനേജ്മെൻറ്റ് ചെയ്യുക, റിസോഴ്സുകളെ ശരിയായ രീതിയിൽ അലോക്കേറ്റ് ചെയ്യുക, അണ്ടർസ്റ്റാൻഡിങ് ദ മാർക്കറ്റ് ആൻഡ് കോമ്പറ്റീറ്റേഴ്സ് ടു റിമൈൻ കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് ഉണ്ടാകുക. ഇതൊക്കെയാണ് സിഗ്നിഫിക്കൻസ് ഓഫ് റിസർച്ച് ഇൻ മാനേജറിയൽ ഡിസിഷൻ മേക്കിംഗ്. ഇതിൻ്റെ മറ്റൊരു ഭാഗവുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.